ഹലോ, അപ്പം നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഉള്ളിൽ നല്ല പഞ്ഞി പോലെ ഉണ്ട്, പുറമെ അത്യാവശ്യം ക്രിസ്പിനെസ്സും ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ പഞ്ചസാര ചേർക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര ചെറുതായിട്ട് നുറുക്കിയതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോകണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ പഴം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് 1 കപ്പ് പച്ചരി പൊടിച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1/4 കപ്പോളം മൈദയാണ് ചേർക്കുന്നത്. മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പം മിക്സിൻ്റെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് നമ്മുടെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഒരുപാട് കട്ടിയും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ണിയപ്പം എന്നൊരു പേരിട്ടത് മാത്രമേ ഉള്ളൂ. ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതിലോട്ടേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിറച്ചു ഒഴിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതൊന്ന് തിരിച്ചിടുന്ന സമയത്ത് അതിലുള്ള മേലത്തെ പോർഷൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരല്പസമയം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ ഇതേപോലെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഓരോന്ന് എടുത്ത് മാറ്റുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മൗൾഡിൽ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതല്ല എണ്ണ അതിലില്ല എന്നാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, കാണുന്നത് പോലെയല്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പണി തീരുന്നതുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് എണ്ണയിൽ വാട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ തന്നെയോ തേങ്ങാക്കൊത്തും ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളൊന്ന് അറിയിക്കണേ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.